ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറയിൽ കാണുന്ന ഗോപുരം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അതെ, നമ്മുടെ മണ്ടക്കാട്ട് ശ്രീ ഭഗവതി അമ്മൻ കോവിൽ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി വരുന്ന എല്ലാ ഭക്തരും പിറയിൽ കാണുന്ന ഈ കടലിൽ നേർച്ചയൊക്കെ എറിഞ്ഞു. തൊട്ടടുത്ത് കാണുന്ന മാതാവിന്റെ പള്ളിയിൽ കാണിക്കയൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ക്ഷേത്ര ദർശനത്തിന് എത്തുക. അപ്പം ഞങ്ങളും കാണിക്കയൊക്കെ ഇട്ടു നേരെ ക്ഷേത്രത്തിലെത്തി. ദേവിക്ക് ഇഷ്ടമുള്ള നാരങ്ങാമാലയൊക്കെ വാങ്ങി ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് കയറി കേട്ടോ. പതിവിലും അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നെങ്കിലും ദർശനം ഞങ്ങൾക്ക് നല്ലതുപോലെ കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങളായി എല്ലാ മാസവും മുടങ്ങാതെ ദേവിയെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടായ മണ്ടപ്പുറ്റും ആൾരൂപവും മോന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങി ഉഴിഞ്ഞു കാണിക്ക വെച്ചു. പിന്നെ ഇവിടുത്തെ ഒരു ഗണേശ വിഗ്രഹം ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ തവണയും വരുമ്പോൾ ഗണേശന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര വാങ്ങി കാണിക്ക വയ്ക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് ഷോപ്പിൽ കയറി കുറച്ച് ശർക്കര ഒക്കെ വാങ്ങി ഗണേശന് വേണ്ടി സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോയി. ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി തന്നെ വലിയൊരു ഏരിയ ആയിട്ടാണ് കേട്ടോ പൊങ്കാല ഇടുന്ന സ്ഥലം. അവിടെ അടുത്ത് തന്നെ ഷോപ്പിൽ പൊങ്കാലയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനീ കുഴയ്ക്കുന്നത് മണ്ടപ്പുറ്റിനുള്ള സാധനമാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയുടെ ഏറ്റവും പ്രധാന വഴിപാടാണ് മണ്ടപ്പുറ്റ്. ഞങ്ങൾക്ക് നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ടപ്പുറ്റും പായസവുമാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ പൊങ്കാല അടുപ്പെല്ലാം കത്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൊങ്കാലയൊക്കെ റെഡിയായി. ഞങ്ങളുടെ ദർശനവും പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.